എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1824 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദേശീയ കായിക ദിനമാണ്. അപ്പോൾ ദേശീയ കായിക രംഗത്ത് ഹോമിയോപ്പതി മെഡിസിൻ, സ്പോർട്സ് മെഡിസിൻ എത്രത്തോളം പ്രസക്തമാണ്, സാധ്യതകൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ പരിപാടി തുടക്കത്തിൽ ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഔപചാരികമായി പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈലെ ആദരവും ക്ഷണിക്കുന്നു. നന്ദി ഡോക്ടർ മനോജ്. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ വ്യക്തികൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഇന്നത്തെ ഈ പ്രത്യേക പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മോടൊപ്പം എത്തുന്നത് ശ്രീമതി പത്മിനി തോമസ് ആണ്. മാഡം കേരള സ്പോർട്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. കൂടാതെ 1982 നടന്ന ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ വെച്ചായിരുന്നു നടന്നത്. ആ ഏഷ്യൻ ഗെയിംസിൽ 4x100 മീറ്റേഴ്സ് റിലേയിൽ സിൽവറും 4x100 മീറ്റേഴ്സ് 100 മീറ്റേഴ്സിൽ ബ്രൗൺസും നേടി ഇന്ത്യക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചു തന്ന വ്യക്തിത്വമാണ് ശ്രീമതി പത്മിനി തോമസ്. അതുപോലെ അർജുന അവാർഡ് ജേതാവ് കൂടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള മാഡത്തിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം IFPHന് വേണ്ടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തുന്നത് ഡോക്ടർ രാജേഷ് ആണ്. ഡോക്ടർ രാജേഷ് മെഡിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടേഷൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അങ്ങനെ മുഖ്യ പ്രഭാഷണം സ്പോർട്സ് മെഡിസിൻ ഹോമിയോപ്പതി എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തുന്ന ഡോക്ടർ രാജേഷിനെയും IFPHന്റെ പേരിൽ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് ഡോക്ടർ മീരാറാണി ആറാണ്. ഡോക്ടർ മീരാറാണി തിരുവനന്തപുരം കരിങ്കുളം ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്നു. നിരവധി ഹാൻഡ്ബോൾ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ 2000 കേരള യൂണിവേഴ്സിറ്റിയെ നയിച്ചത് ഡോക്ടർ മീരാറാണിയാണ്. അതുപോലെ തന്നെ 2022 മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും നേടിയിട്ടുണ്ട്. എന്നോടൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഡോക്ടർ മീരാറാണിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എന്തായാലും ഇത്രയും അഭിമാനകരമായ നേട്ടങ്ങളൊക്കെ കൈവരിച്ച ആളാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. വളരെ സന്തോഷം. ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം IFPHന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പറയുവാനായി എത്തുന്നത് ഹോമിയോപ്പതി വകുപ്പിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ മറിയാമ്മ ജോൺ ആണ്. ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സൂമിൽ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പ്രോഗ്രാമുകൾ കൊണ്ടുവരികയും പല തരത്തിലുള്ള ചർച്ചകളും വിശേഷാൽ പ്രോഗ്രാമുകളും എല്ലാം കൊണ്ടുവരികയും മോഡറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഡോക്ടർ മനോജിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശൈല ഡോക്ടറെ. മീരാറാണി ഡോക്ടർ അടുത്ത ദിവസം KGOയുടെ കായികമേളയ്ക്ക് തിരുവനന്തപുരം ജില്ലയിലെ 38-50 കാറ്റഗറിയിൽ ചാമ്പ്യനായ വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, നമ്മൾ ഈ ഹോമിയോപ്പതി സമൂഹത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഡോക്ടർ രാജേഷ് നമ്മൾ അതിരാവട്ടത്ത് കോളേജിൽ പോയി നോക്കിയാൽ അറിയാം, അവിടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് എത്ര ഉജ്ജ്വലമായിട്ട് ആ കോളേജിന് അഭിമാനമായിട്ട് മാറ്റുന്ന ഒരു രീതിയിലേക്ക് രാജേഷിന് കഴിഞ്ഞുണ്ട്. ധാരാളം കഴിവുള്ള ആൾക്കാർ നമുക്കുണ്ട്. പ്രതിഭകളെ കണ്ടെത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് IFPHന്റെ ധർമ്മം. അതാണ് IFPH നിറവേറ്റുന്നത്. നമ്മുടെ ആദരണീയ അതിഥി ജോയിൻ ചെയ്തിട്ട് ഭാഗ്യലക്ഷ്മി ഡോക്ടറെ. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? എന്തായി? ഭാഗ്യലക്ഷ്മി മാഡത്തിന് ഒന്ന് കോ ഹോസ്റ്റ് ആക്കണം. ടെക്നിക്കൽ പ്രോബ്ലമാണ്. നമ്മുടെ ഗസ്റ്റ് ഒരു
ഈ പറഞ്ഞ പോലെ ഏഷ്യകളിൽ മെഡൽ നേടിയെങ്കിൽ നമ്മുടെ സൂമിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഈ പറഞ്ഞക്ക് നെറ്റ് പ്രോബ്ലം ആയിരിക്കാം. അപ്പൊ നമുക്കൊരു സമയം പാഴാക്കല്ലാത്തതുകൊണ്ട് പരിപാടിക്ക് ആശംസ പറയുന്നത് ആദ്യം അത് ഉദ്ഘാടനം പിന്നെ വെക്കാം. മീരാന ഡോക്ടറെ. ആ സാറേ, ആ ആശംസ. നമസ്കാരം. 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 ഇന്ന് IFPHന്റെ ഈ ഒരു സൂം മീറ്റിംഗില് പങ്കെടുക്കാൻ സാധിച്ചതിൽ ആദ്യമായി സംഘാടകരോടും മറ്റ് വിശിഷ്ട വ്യക്തികളോടും എൻ്റെ നന്ദി പറയുകയാണ്. എന്നെ കുറിച്ച് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു മാഡം. അപ്പൊ ഞാൻ അങ്ങനെ അറിയത്തില്ലെന്നല്ല, സ്പോർട്സിനെ കുറിച്ച് ഇത്രയും മാഡം സ്പോർട്സ് കുട്ടിക്കാലം മുതലേ ഇല്ലായിരുന്നു. 9 തൊട്ട് 3 വർഷമേ ഫീൽഡിൽ ഉണ്ടായിരുന്നുള്ളൂ. 3 വർഷക്കാലമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഹോമിയോ കോളേജ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ സ്പോർട്സ് മേഖലയിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. വീണ്ടും മാസ്റ്റേഴ്സ് ഗെയിം എന്നുള്ള രീതിയിൽ വീണ്ടും ടീമിനെ പങ്കാളിയാകുകയും ഈ കഴിഞ്ഞ 22-ല് നമുക്ക് ഗോൾഡ് മെഡൽ കിട്ടുകയും ചെയ്തിരുന്നു കേരള ടീമിന്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു വെബിനാറില് നമ്മുടെ പത്മിനി മാഡത്തിന്റെ കൂടെ ഒപ്പം ചേരുക എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. അറിയാലോ മാഡത്തിന്റെ വ്യക്തിത്വത്തിന്റെ തിളക്കം എത്രമാത്രം ഉണ്ടെന്ന് അറിയാം. ട്രാക്ക് ആൻഡ് ഫീൽഡ് മാത്രമല്ല മാഡം, കായിക മേഖലയില് നല്ല നല്ല പ്രോജക്റ്റുകൾ നമുക്ക് മുന്നിൽ വെച്ച് വ്യക്തിത്വത്തിനുടമയാണ് മാഡം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ എനിക്കൊരു സെമിനാറിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ അതിന്റെ അഭിമാന നേട്ടം തന്നെയാണ്. നമുക്ക് നമ്മുടെ സംഘടന IFPH പല മേഖലയിലും, അത് കലാപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ എല്ലാ മേഖലയിലും ചർച്ചകളും പ്രഭാഷണങ്ങളും എല്ലാം നടത്തി ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനും അതിന്റെ എല്ലാ മേഖലയുടെയും ഉള്ള ഉന്നതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇപ്പൊ ഇപ്പൊ ഇവിടെ എനിക്ക് ആശംസകൾ അർപ്പിക്കുക എന്ന കർത്തവ്യമാണ് ഉള്ളത്. എന്നാലും ഇന്നത്തെ ദിവസം എന്തുകൊണ്ട് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഓഗസ്റ്റ് 29 എന്ന് പറയുന്നത് നമുക്ക് ഹോക്കിയിലെ മാന്ത്രികനായ നമ്മുടെ മേജർ ധ്യാൻചന്ദ് സാറ് നമുക്ക് അഭിമാന നേട്ടം കൊണ്ടുവന്നു. അതിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ധ്യാൻചന്ദ് നമുക്കറിയാം നിരവധി തവണ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വരുവാൻ സാധിച്ച ഇന്ത്യക്ക് വേണ്ടി നേടിയെടുത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 1928 മുതൽ 28, 32, 36 ആ കാലയളവിൽ ഒളിമ്പിക്സിൽ നമുക്ക് ഇന്ത്യ എന്ന ലേബലിൽ മെഡൽ കിട്ടി. അതിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ആ ദിവസം തന്നെ നമ്മൾ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. പക്ഷെ ഈ വർഷത്തെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മൈതാനത്ത് 1 മണിക്കൂർ ചെലവഴിക്കുക, അതുവഴി ഫിറ്റ്നസ് ഉണ്ടാക്കുക. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്സായിട്ടുള്ള ഒരു ഫിറ്റ്നസ് നടത്തുക എന്നതാണ് ഈ വർഷത്തെ നമുക്ക് നാഷണൽ ആയിട്ട് തന്നിട്ടുള്ള ആശയം. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് 29-ാം തീയതി ഇന്ന് മുതൽ 30, 31 തീയതികളിലാണ് സ്പോർട്സ് ഡേയുടെ ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ ദിവസം തന്നെ എങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുക, അതും IFPH വെക്കുക എന്ന് വെച്ചാൽ അതിനേക്കാൾ ഉപരി വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് അതിൽ പങ്കാളിയാകാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ സ്പോർട്സ് മേഖലയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഇതാണ് ഹോമിയോപ്പതി. സ്പോർട്സ് മേഖലയിൽ അത്ര ആയിട്ടില്ല. നമുക്ക് സ്പോർട്സ് മേഖലയിലെ PT ഉഷ അടക്കം ഇംഗ്ലണ്ട് ഫുട്ബോൾ താരമടക്കം എല്ലാവരും ഹോമിയോ മരുന്ന് ഉപയോഗിക്കുന്നു, ചികിത്സാ മേഖലയിൽ ഉപയോഗിക്കുന്നു. അവർ അതിന്റെ ഗുണങ്ങൾ പറയുകയും ചെയ്യുന്നു. എങ്കിൽ പോലും ഒരു സ്പോർട്സ് മെഡിസിൻ എന്ന രീതിയിൽ ആയുർവേദത്തിന് അതിൻ്റെതായ പ്രാധാന്യം വന്നു. സ്പോർട്സ് മെഡിസിൻ അവർക്കൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. പക്ഷെ ഹോമിയോപ്പതിക്ക് അത് ആയിട്ടില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ സംഘടന വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് പ്രയോജനം തന്നെ ഉണ്ട്. ഞാനിപ്പം ഈ കായിക മീറ്റിന് പോകുമ്പോഴത്തേനും എല്ലാവരും നടത്ത മത്സരം 1000 മീറ്ററാണ് നടത്ത മത്സരം. അത് കഴിഞ്ഞ് അവരങ്ങ് തളർന്നു വീഴുകയാണ്. ഏജ് ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും ഉടനെ തന്നെ അവര് ഒരു സ്പ്രേ ആണ് നൽകുന്നത്. മസിൽ ക്രാംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെയിൻ കില്ലർ സ്പ്രേ കൊടുക്കുന്നുണ്ട്. പിന്നെ ORSന്റെ വെള്ളം കലക്കിയതും കൊടുക്കുന്നു. ആ ഒരു
ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ നമുക്കും ചെയ്യാൻ ഒത്തിരി മേഖലകളുണ്ട്, അത് ചികിത്സാ രംഗത്ത്. പക്ഷെ ഒരു ആസ് എ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ നമ്മൾ ചെയ്യേണ്ടത് അവരെ നമ്മുടെ മുന്നിൽ എത്തുന്ന കുട്ടികളാണ് നമുക്ക് ഈ തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു പ്രായം ഇതിലെത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊരു മേഖല, എന്നൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമുക്കറിയാം സ്വഭാവ വൈകല്യമുള്ള കുട്ടികൾ നമ്മളെ അടുത്ത് വരുന്നു. അവരുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ഓഫീസറും പ്രൈവറ്റ് സെക്ഷനിലെ ജനറൽ പ്രാക്ടീഷണറും ചെയ്യേണ്ടത് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ആ ആക്ടിവിറ്റി കുറയ്ക്കുന്നത്, ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കുന്ന തരത്തിലുള്ള ഒത്തിരി സ്പോർട്സ് ഐറ്റം ഉണ്ട്. അങ്ങനെ നമുക്ക് അതിനെ വേർതിരിച്ച് അല്ലെങ്കിൽ അതിലോട്ട് അവരെ തിരിച്ചു വിടാൻ പറ്റും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റഫറൽ ഇതാണ്. നമുക്ക് അങ്ങനെ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതൊന്ന്. അതിൽ പ്രത്യേകിച്ച് ഞാൻ സദ്ഗമയ കൺവീനർ ആയിരിക്കുന്ന കാലത്ത് ഇതുപോലെ കുട്ടികൾ വരുമ്പോഴത്തേക്കും സെൻട്രൽ സ്റ്റേഡിയത്ത് എനിക്ക് സ്പോർട്സ് മേഖല അറിയാമെന്നുള്ളത് കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തെ ഫുട്ബോളിലോട്ട് മാറ്റിവിട്ട കുട്ടികളുണ്ട്. അവനിപ്പോ ഫുട്ബോൾ അക്കാഡമിയിൽ ചേർന്ന് മികച്ച പ്രകടനം, അവൻ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. പക്ഷെ ഇങ്ങനെ ഒന്ന് തിരിച്ചു വിടുമ്പോൾ ആ പഠനത്തിലെ കുറവ് സ്പോർട്സിലൂടെ അവന് അത് മെച്ചമായി മാറും. അങ്ങനെ ഒരു പ്രയോജനം നമുക്ക് റെഫറൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സ്പോർട്സിൽ പോകുമ്പോൾ ഇന്ന അഡ്വാൻറ്റേജ് ഉണ്ട്, നിങ്ങൾ അത് നോക്കണം. ഇപ്പൊ അവന് ഗുസ്തിയാണ് ഇഷ്ടം, ബോക്സിംഗ് ആണ് ഇഷ്ടം, ആ മേഖലയിലോട്ട് തിരിച്ചു വിടുക. കലയെ പോലെ തന്നെ പ്രാധാന്യം കൂടിയതാണ് കായികം. അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. പക്ഷെ അത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തില് സമയം കുട്ടികൾക്ക് കിട്ടുന്നതാണ് ലഹരിയിലോട്ട് പോകുന്നതും മൊബൈലും ഗാഡ്ജറ്റ് അഡിഷൻ എല്ലാം വരുന്നത്. അത് ഒഴിവാക്കാൻ ചിട്ടയായുള്ള കായിക മേഖലയിലോട്ട് പരിശീലനത്തിലോട്ട് തിരിച്ചു വിടണം. വലിയവരിൽ അത് വന്നു. കാരണം ഇപ്പം ഓരോ പഞ്ചായത്തിലും ഫിറ്റ്നസ് സെന്റർ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അത് കുഴപ്പമില്ല. പക്ഷെ കുട്ടികൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴും അവര് മൊബൈൽ അഡിഷൻ വരുന്നത് കൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് അവർക്ക് ഒരു നല്ല നിർദ്ദേശം കൊടുക്കാം. സ്പോർട്സിലോട്ട് തിരിയട്ടെ. അത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ. നമ്മുടെ കായിക ഭൂപടത്തില് കേരളത്തിന്റെ സ്ഥാനം ഇപ്പം വളരെ പിന്നിലാണ്. അത് ശരിയായ രീതിയിൽ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിൽ മാത്സ് പഠിപ്പിക്കുന്നു, സയൻസ് പഠിപ്പിക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓഡിറ്റ് വേണം. ഓരോ സ്കൂളിലും കായിക അധ്യാപകരില്ലാത്ത സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കരുത്. മൈതാനമില്ലാത്ത ഗ്രാമപഞ്ചായത്തിന് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പലതും നമുക്ക് പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുക. ആസ് എ മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിൽ നമുക്ക് പ്രോജക്റ്റുകൾ സ്പോർട്സ് മേഖലയിൽ എന്ന് വെച്ചാൽ സ്പോർട്സ് ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി കാശ് പഞ്ചായത്ത് മുടക്കുന്നുണ്ട്. പക്ഷെ രജിസ്റ്റേർഡ് സ്പോർട്സ് ഇതില്ല. അതാണ് ഏറ്റവും വലിയ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ നമുക്ക് പത്മിനി മാഡത്തിനെ പോലെയുള്ള അർജുന അവാർഡ് ജേതാവാണ് അവര്. മാഡം നമുക്ക് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ മാഡം ത്തിലൂടെ ഒത്തിരി പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രസിഡന്റ്, അങ്ങനെ വഴി നമുക്ക് നമ്മുടേതായ ഇത് ഒരു നല്ലൊരു പ്രസന്റേഷൻ നമുക്ക് നമ്മുടെ ഈ IFPH വഴി നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നല്ല മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എൻറ്റയർലി വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ്. ഡോക്ടർ രാജേഷ് അത് നന്നായി ചെയ്യുമെന്ന് അറിയാം. അത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ്സും ആണ് രാജേഷ്. അപ്പൊ അദ്ദേഹത്തിന് അത് നന്നായി ചെയ്യുവാനും ഉള്ള എല്ലാവിധ ആശംസകളും നൽകുന്നു. അതോടൊപ്പം IFPHന് ഇങ്ങനെ ഒരു കായിക ദിനത്തിൽ ഇത്രയും മനോഹരമായ ഒരു വെബിനാർ, പ്രത്യേകിച്ചും പത്മിനി മാഡത്തിന്റെ പ്രസൻസ്, അതൊരു ഗ്രേറ്റ് തിങ് ആണ്. അപ്പൊ അതും രാജേഷ് ഡോക്ടറിന്റെ ഒരു ക്ലാസ്സും നമ്മുടെ മെഡിസിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ക്ലാസ്സും നന്നായി ഡെലിവറി ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ആശംസകൾ നൽകുന്നു. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, നന്ദി ഡോക്ടർ മീരാറാണി. അതിന് അതിഥി ജോയിൻ ചെയ്തിട്ടില്ല. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ എന്തായി, കിട്ടുന്നുണ്ടോ? ഭാഗ്യലക്ഷ്മി മാഡം ഇപ്പൊ പ്രത്യക്ഷമായല്ലോ. ഉണ്ട്. ഒരു രക്ഷയില്ല എന്നാ പറയുന്നത്. ഹലോ, കേക്കാമോ? അതെ, പുള്ളിക്കാരത്തി പറഞ്ഞ് അവരുടെ മെയിൽ ID ഒന്ന് അയച്ചു കൊടുക്കുവോ അതൊന്ന് ചോദിക്കുന്നു. ലിങ്ക് മെയിൽ ID പറഞ്ഞു തന്നെ എനിക്ക്. എന്തോ
ശൈല ഡോക്ടർ മെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കാം. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി ഒന്നും. മെയിൽ ഐ ഡി ഒന്ന് പറഞ്ഞേ എന്തോ മാഡം, ഒന്ന് പറയോ മെയിൽ ഐ ഡി ഒന്ന് പറഞ്ഞേ. പപ്പി സെൽവൻ PAPPY puppyselvan@gmail.com. ഞാൻ അയക്കാം. ഒന്ന് അയച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ. ഓക്കെ, അപ്പൊ നേരെ വിഷയത്തിലേക്ക് പോകാം. മാഡം ജോയിൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാം. ഡോക്ടർ രാജേഷ് പ്ലീസ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. നമസ്കാരം. ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ എന്നുള്ളൊരു OP ആണ് തിരുവനന്തപുരത്ത് ഐരാണിമുട്ടം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഞാൻ ഡെപ്യൂട്ടേഷനിൽ വന്നപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നമുക്കറിയാം, വേൾഡ് സ്പ്രിൻറ്റർ, ഒളിമ്പിക് സ്പ്രിൻറ്ററാണ് ഹുസൈൻ ബോൾട്ട്. ഹുസൈൻ ബോൾട്ട് ഹോമിയോപ്പതി വളരെ കുഞ്ഞു പ്രായം മുതൽ യൂസ് ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഡോക്ടർ മീരാ റാണി പറഞ്ഞതുപോലെ തന്നെ PT ഉഷയും ഒരുപാട് അത്ലറ്റ്സുകൾ ഹോമിയോപ്പതി മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു 20 സ്ലൈഡേ ഉള്ളൂ. ആദ്യമായിട്ട് എന്താണ് സ്പോർട്സ് മെഡിസിൻ? സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഒരുപക്ഷെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയാം. ദിസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. അത് ഫിസിക്കൽ ഫിറ്റ്നസ്സിനുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. ഇപ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുമ്പം നേരത്തെ മീരാണി ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇപ്പോൾ ഫിറ്റ്നസ് സെൻ്ററുകൾ, ജിമ്മുകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ജിമ്മുകളിൽ പോകുമ്പോൾ പലതരത്തിലുള്ള ഇഞ്ചുറീസ് ആയിട്ട് ധാരാളം ആൾക്കാർ ഓർത്തോപെഡിക് OPയിൽ വരാറുണ്ട്. മസിൽ സ്പേസും മസിൽ സ്ട്രെയിനും അങ്ങനെയുള്ള പല പല പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ടർഫുകൾ, നമുക്ക് കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് തന്നെ ധാരാളം ടർഫുകളുണ്ട്. ഈ ടർഫുകളിൽ പോയി സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുമ്പം ഇഞ്ചുറീസ് ആയിട്ട് നമ്മളടുത്ത് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും സ്പോർട്സ് മെഡിസിൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറികളുടെ ട്രീറ്റ്മെൻറ്റും അതെങ്ങനെ തടയാം, അതിൻ്റെ പ്രിവെൻഷൻ എന്നുള്ളതുമാണ് പ്രധാനമായിട്ടും സ്പോർട്സ് മെഡിസിൻ കൈകാര്യം ചെയ്യുന്നത്. സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി അല്ല, അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു കാര്യമാണ്. മെയിനായിട്ട് അതിനകത്ത് 4 കമ്പോണൻസ് ആണ് വരുന്നത്. ഓർത്തോപീഡിക്സ്, അതുപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, പിന്നെ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഒരു മേഖലയാണ് സ്പോർട്സ് സൈക്കോളജി. ശരിക്കും ഈ 4 കമ്പോണൻസ് ആണ് നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു പ്രോജക്റ്റ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന സ്പെഷ്യലിസ്റ്റുകൾ കാണും. നേരത്തെ ഞാൻ നെയ്യാറ്റിങ്കര ആശുപത്രി വർക്ക് ചെയ്തിരുന്ന സമയത്ത് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ കൊല്ലത്ത്, അതുപോലെ തന്നെ പല പല മേഖലകളിൽ പല പല സ്ഥലങ്ങളിൽ പോയി സ്ട്രോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, സ്ട്രോക്കിന് ഹോമിയോപ്പതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ നമുക്കറിയാം, ഇപ്പം ഫിസിയോതെറാപ്പി യൂണിറ്റൊക്കെ നമ്മുടെ എല്ലാ ജില്ലാ ആശുപത്രികളിലും വന്നു. ഇപ്പോൾ ധാരാളം സ്ട്രോക്ക് കേസസ് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഭാവിയിൽ ആരംഭിക്കേണ്ട ഒരു പ്രോജക്റ്റ് തന്നെയാണ് സ്പോർട്സ് മെഡിസിൻ. ഹോമിയോപ്പതി അത് വളരെ ആധികാരികമായിട്ട് തന്നെ പറയാം, കാരണം ധാരാളം സ്പോർട്സ് റിലേറ്റഡ് കണ്ടീഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു 4 കമ്പോണൻസ് നിശ്ചയമായിട്ടും ഉൾക്കൊള്ളണം. ഓർത്തോപെഡിക്സിൻ്റെ പൊസിഷനിൽ ഹോമിയോപ്പതി ഡോക്ടർ പ്ലസ് ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, ഒരു ന്യൂട്രീഷനിസ്റ്റ് വേണം, ഒരു സൈക്കോളജിസ്റ്റ് വേണം. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള 4 കമ്പോണൻസ്. പിന്നെ ഇഞ്ചുറീസിനെ പറ്റി പറഞ്ഞാൽ, ഇഞ്ചുറീസ് നമുക്ക് സാധാരണ സ്പോർട്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ റണ്ണിങ്, ഗെയിം, മാരത്തോൺ ഇതൊക്കെ ഓടുമ്പം അക്യൂട്ട് ആയിട്ടുള്ള ഇഞ്ചുറീസ് സാധാരണഗതിയിൽ വരാറുണ്ട്. ഒരു സഡൻ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു വീഴ്ച, ഒരു ഫോള് ഒക്കെ കൊണ്ടാണ് വരുന്നത്. മിക്കവാറും അത്തരം സമയങ്ങളിൽ മോഡേൺ മെഡിസിനിൽ അല്ലെങ്കിൽ ഓർത്തോപെഡിക് ഡോക്ടർമാരുടെ അടുത്ത് തന്നെയായിരിക്കും സാധാരണഗതിയിൽ പേഷ്യൻസ് പോകാറുള്ളത്. നമ്മളടുത്തും
വരാറുണ്ട്, പക്ഷെ വളരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. കാരണം നമ്മൾ ഈ മേഖലയിൽ അധികം ഇല്ല. എന്നാലും മൈനർ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് ധാരാളം കേസസ് വരാറുണ്ട്. ഓർത്തോപീഡിക് OP തുടങ്ങിയ സമയത്ത് ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ എന്നാണ് OPയുടെ പേര്. അതിനകത്ത് ഒരു സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി ആദ്യമായിട്ട് വന്നത് മാലറ്റ് ഫിംഗർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുട്ബോൾ കളിയിൽ ഗോൾ കീപ്പറായിട്ട് നിന്നപ്പോൾ ഈ ഷൂട്ട് ചെയ്ത ബോൾ തടഞ്ഞപ്പോൾ അവൻ്റെ ഫിംഗറിന് ഉണ്ടായ ഒരു ഇഞ്ചുറിയാണ്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് കേസ്. അതിനുശേഷം ധാരാളം കേസസ് സ്പോർട്സ് റിലേറ്റഡ് നമുക്ക് വരുന്നുണ്ട്. ജിമ്മി രാജ സ്പോർട്സ് സ്കൂളിൽ നിന്ന് ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 സ്കൂളുകളുടെ കായിക അധ്യാപകർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ഇടയിൽ ഇതിനോട് അവയർനെസ് വരുന്നുണ്ട്. അപ്പം നേരത്തെ സ്ട്രോക്ക് ക്ലാസ് എടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ അതേ ചോദ്യം ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമുക്ക് സ്കോപ്പുള്ളൊരു മേഖല തന്നെയാണ് സ്പോർട്സ് മെഡിസിൻ. ഇനി റെപ്പറ്റിറ്റീവ് ഇഞ്ചുറി പലപ്പോഴും ഇതൊരു അൺഡയഗ്നോസ്ഡ് അല്ലെങ്കിൽ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ്. സ്ഥിരമായി സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് സ്പൈനൽ കോഡിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനോ റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെയിൻ ഉണ്ടാവുക. രാജേഷ്, അപ്പോൾ ഒരു മിനിറ്റ്, നമ്മുടെ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ Okay. കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ശരി. സോറി. it's okay. മാഡം ജോയിൻ ചെയ്തിട്ടുണ്ടോ? മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാം മാഡം, കേൾക്കാം. കേക്കാമോ? സ്വാഗതം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട് മാഡം. ഓക്കെ, താങ്ക് യു. ഹോമിയോപ്പതി സ്പോർട്സ് മെഡിസിൻ അതാണ് നമ്മുടെ വിഷയം. അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം നമ്മൾ തുടങ്ങി. മാഡം ചിലപ്പോൾ ലേറ്റായി. ഇന്ന് ഞാൻ ഉദ്ഘാടനത്തിലേക്ക് മാഡത്തെ ക്ഷണിക്കുകയാണ് മാഡം. സ്ക്രീന് നോക്കിയോ? എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ലോക കായിക ദിനവും കൂടി ആണല്ലോ. അതെ. ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനും പ്രചരണത്തിനും വേണ്ടിയാണ് ICH രൂപം കൊണ്ടതും. ഇന്നിപ്പോ 1824 ദിവസമാണ്. ബ്രേക്കില്ല ഓരോ കാര്യങ്ങളും ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിലും ഏറെ സന്തോഷമുണ്ട്. ഈ വെബിനാർ എല്ലാ ഹോമിയോപ്പതിയുടെയും സാമൂഹിക ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഈ രോഗത്തിനെ പറ്റി ഇപ്പോഴും ഇവിടുത്തെ ഭാഷയിൽ എന്താ പറയാ, വിരയിളക്കം വരുമായിരുന്നു ചെറുപ്പത്തില്. അങ്ങനെ ഞാൻ അങ്ങ് മയങ്ങി വീഴുന്ന സമയത്ത് എന്റെ നാട്ടിലെ ഒരു ഹോമിയോപ്പതി ഒരു ഡോക്ടറുണ്ട്, ജോൺ ഡോക്ടർ. എന്നെ എടുത്തോണ്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ എന്നെ ഈ എന്തോ ഒരു സംഗതി മണപ്പിക്കുന്ന സമയത്ത് എന്റെ അസുഖം എല്ലാം മാറി ഞാൻ തലവെക്കും. അങ്ങനെ പല പ്രാവശ്യം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മ ഹോമിയോ മെഡിസിനാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ കൊച്ചുമക്കളുടെ ഒക്കെ കാര്യത്തിന് ഞാൻ ഇവിടെ നമ്മുടെ ഡോക്ടർ ഭാഗ്യലക്ഷ്മിയുടെ അടുത്താണ് പോകുന്നത്. കാര്യം ഈ ഗുളിക ഇഷ്ടമാണ്. ഷുഗർ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കാനായിട്ടും ഇഷ്ടമാണ്. മാത്രമല്ല ഹോമിയോ ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണ്. ട്രീറ്റ്മെന്റുകൾ ഒരുപാട് എല്ലാം ഇൻക്ലൂഡിങ് ക്യാൻസർ വരെയുള്ള ട്രീറ്റ്മെന്റുകൾ ഹോമിയോയിൽ കൂടെ സുഖപ്പെടുന്നുണ്ട്. എനിക്കേറെ സന്തോഷമുണ്ട്. ഇന്ന് നമുക്കറിയാം ഈ ലോക നമ്മുടെ ധ്യാൻചന്ദ് മാഡം മ്യൂട്ടായി പോയ. അൺമ്യൂട്ട് ചെയ്യണം മാഡം. അൺമ്യൂട്ട് ചെയ്യും മാഡം. മ്യൂട്ടായി പോയി മാഡം. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യും മാഡം. കേൾക്കാൻ വയ്യ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ലോക കായിക ദിനത്തിൽ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹം 1928 മുതല് 36 വരെ ഒളിമ്പിക്സ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അതൊരു ഇന്ത്യ ചരിത്രം തന്നെയാണ്. അപ്പം എനിക്കറിയാം ഈ സംഘടന ഒരുപാട് കാര്യങ്ങള് ഇടതടവില്ലാതെ ദിവസവും ഇതിന്റെ ഹോമിയോ ഉന്നതിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജന്മദിനങ്ങള്, മരിച്ച ദിവസം, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ. ഇന്ന് തന്നെയാണേലും എടുത്തു കഴിഞ്ഞാല് ഇന്നത്തെ നല്ല ദിവസം എന്ന് പറഞ്ഞാല് ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ. ആ ദിവസം ഇങ്ങനെ ഒരു വെബിനാർ കൂടി ഉള്ള ഈ പ്രചരണം ഏറ്റവും നല്ലതാണ്.
കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്നും ഇന്ന് ഈ വേദിയിൽ എന്നെ വിളിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒപ്പം ഞാൻ ഇന്നത്തെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി മാഡം. മാഡത്തിന് കഴിയുമെങ്കിൽ തുടരുക. കാരണം സ്പോർട്സ് മെഡിസിൻ ഹോമിയോപ്പതിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും കുറച്ചേരം നമ്മളോട് ചെലവഴിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഇച്ചിരി താമസിച്ചു പോയി. എനിക്കിത് ലിങ്ക് കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി, അതാണ് താമസിച്ചത്. ഞാൻ നേരത്തെ റെഡി ആയിരിക്കുക. ഓക്കെ മാഡം. അല്ല, നമ്മൾ എന്തായാലും യൂട്യൂബ് അയച്ചു തരാം മാഡം. എന്തായാലും മാഡം തുടരണം. ഓക്കെ മാഡം. താങ്ക് യു. ശരി. ഡോക്ടർ രാജേഷ് കണ്ടിന്യൂ ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണം ഡോക്ടർ. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ജസ്റ്റ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ ഇടയ്ക്ക് നിർത്തിയായിരുന്നു. ഓക്കെ അതുവരെ ഇതുവരെ. ഓക്കെ ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അതാണ് പറഞ്ഞത്. റെപ്പറ്റേറ്റീവ് ഇഞ്ചുറി അല്ലേ? അപ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിലൊക്കെ പോയി വ്യായാമം ചെയ്യുന്നവർ, അത് അല്ലെങ്കിൽ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവോൾവ് ആവുന്നവർക്ക് ചെറിയ രീതിയിലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാകും. അത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും പെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അത്തരം കേസസിലും ഹോമിയോപ്പതിക്ക് ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രോണിക് ഇഞ്ചുറീസ്, ഒരു ഇഞ്ചുറി വന്ന് അതിന് പ്രൈമറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എല്ലായിടത്ത് മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് പലപ്പോഴും ഹോമിയോപ്പതിക്ക് വരുന്നതിന് മുമ്പ് പലരും മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. പിന്നെ അതിനുശേഷം ആയുർവേദത്തിൽ പോകാറുണ്ട്. അതുമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് ആൾക്കാർ വരണത്. അപ്പോൾ പലപ്പോഴും നമുക്ക് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് പെയിൻ പെർസിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് കിട്ടാറുണ്ട്. അതുപോലെ ഒരു ഇഞ്ചുറി വന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, അല്ലെങ്കിൽ അതിനൊരു കൺസർവേറ്റീവ് ഫിസിക്കൽ തെറാപ്പി കഴിഞ്ഞതിന് ശേഷം അതിനുശേഷവും ആ ഒരു ജോയിന്റിന്റെ മൊബിലിറ്റി കുറവും, ചില പർട്ടിക്കുലർ മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ വീണ്ടും പെയിൻ വരുന്ന ഒരു സ്റ്റേജും കാണാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറിയും ക്രോണിക് ഇഞ്ചുറീസും ധാരാളമായിട്ട് ഹോമിയോപ്പതി മേഖലയിൽ ചികിത്സയ്ക്ക് നമുക്ക് എത്താറുണ്ട്. ഇനി കോമൺ ആയിട്ടുള്ള സ്പോർട്സ് ഇഞ്ചുറീസിൽ ആദ്യത്തത് ഫ്രാക്ചർ ആണ്. ഫ്രാക്ചർ സാധാരണഗതിയിൽ അക്യൂട്ടായിട്ട് ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ ഓർത്തോപെഡിക് സർജനെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇന്റർവെൻഷൻ ചെയ്യും, ഒരു റിഡക്ഷൻ ഉണ്ടാവും. ചില കേസസിൽ കാസ്റ്റോ സ്പ്ലിൻറ്റോ അല്ലെങ്കിൽ സർജറി തന്നെ ചില കേസസിലൊക്കെ ചെയ്യും. മോസ്റ്റ്ലി അത് മാനേജ് ചെയ്യുന്നത് ഒരു എമർജൻസി റൂം സെറ്റപ്പിൽ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് ആൾക്കാർ വരുന്നത്. ഒരു ഫ്രാക്ചർ വന്നു, അപ്പോൾ ആ കാസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മൊബിലിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പെയിൻ ഉണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ട്. ആ ഒരു സമയത്ത് ആണ് സാധാരണഗതിയിൽ ഒരു ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റിനെ പറ്റി പലരും ചിന്തിച്ചു വരുന്നത്. പക്ഷെ ക്രോണിക് സ്ട്രെസ് ഇഞ്ചുറി, അതായത് സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് ഫ്രാക്ചർ, ഇത് നമുക്ക് സാധാരണഗതിയിൽ സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. സ്ട്രെസ് ഫ്രാക്ചർ എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പേഷ്യൻ്റ് ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു LS എക്സ്റേ എടുത്തു, LS സ്പൈൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഗ്രോത്ത് എൻഡ് പ്ലേറ്റ് ഒക്കെ ഡീജനറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഡിസ്കിൻ്റെ പോർഷൻ അത് ആ വെർട്ടിബ്രയിലേക്ക് തന്നെ ഷുമോൾസ് നോഡ് പോലെ മേളിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷൻസ് കാണാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഈ സ്ട്രെസ് ഫ്രാക്ചേഴ്സ്, ഹൈ ജമ്പ് ഒക്കെ ചാടുന്ന ആൾക്കാർ, ലോങ് ജമ്പ് ചാടുന്നത്, അപ്പോൾ ഒരു തവണ ചാടിയപ്പോൾ അവർക്ക് അപ്പോഴൊരു വേദന കാണും. പക്ഷേ ഒരു ഐസ് വയ്ക്കുകയും നേരത്തെ മീനാറാണ് ഡോക്ടർ പറഞ്ഞ പോലെ സ്പ്രേ അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പെയിൻ അങ്ങ് മാറും. പക്ഷേ പിന്നെ ആ സ്റ്റിഫ്നെസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഈ വെർട്ടിബ്രൽ കോളത്തിൽ സ്ട്രെസ് ഫ്രാക്ചേഴ്സ്, ഡീജനറേഷൻ ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് വളരെ നേരത്തെ നമുക്ക് കണ്ടെത്താനും നമുക്ക് അതിന് മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അക്യൂട്ട് കേസസിൽ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കുമ്പോൾ തന്നെ ആ പേഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും കൂടെ ആയിരിക്കും എപ്പോഴും ഇഫക്റ്റീവായിട്ട് അത്തരം പേഷ്യൻസിൽ കണ്ടിട്ടുള്ളത്. കാരണം അക്യൂട്ട് ഫേസിൽ നമുക്ക് മിക്കവാറും കിട്ടാറില്ല. പക്ഷേ ക്രോണിക് മെഡിസിൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുമ്പോൾ ആ പേഷ്യൻ്റെ മറ്റ് പ്രോബ്ലംസോടൊപ്പം തന്നെ ഈ പെയിനും ആ ഒരു സ്റ്റിഫ്നെസ്സും ഒക്കെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്തെടുക്കാം. അടുത്തൊരു കോമൺ കണ്ടീഷനാണ് ബേഴ്സൈറ്റിസ്. ബേഴ്സ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ജോയിന്റുകൾക്ക് ചുറ്റുമുള്ള ഒരു ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടിഷ്യൂ. ബേഴ്സ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഫ്ലൂയിഡാണ്. ആ ബോണിനെയും ആ മസിലിനെയും അല്ലെങ്കിൽ ടെൻഡനെയും ആ ലിഗമെന്റ്സിൻ്റെ ഒക്കെ ഇടയിൽ ഒരു കുഷൻ ഇഫക്റ്റ് പോലെ കാണുന്ന ഒരു സ്വെല്ലിംഗ് ആണ് ബേഴ്സ. നമുക്ക് ഹൗസ് മേറ്റ്സ് നീ അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണും പ്രീപെറ്റല്ലാർ ബേഴ്സൈറ്റിസ് അല്ലെങ്കിൽ ഒളിക്രോൺ ബേഴ്സൈറ്റിസ്. അങ്ങനെ ഒത്തിരി ബേഴ്സൈറ്റിസ്, പെർസാൻസറിൻ ബേഴ്സൈറ്റിസ്.
അങ്ങനെ ധാരാളം ബേഴ്സൈറ്റിസ് ആയിട്ട് നമ്മുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ട്. നീ ജോയിന്റിന് ചുറ്റും ധാരാളം ബേഴ്സുകളുണ്ട്. അപ്പോൾ നീ ജോയിന്റ് റെപ്പിറ്റേറ്റീവ് ആയിട്ട് നീ ജോയിന്റ് എക്സേഷൻ എടുക്കുന്നവരിൽ ബേഴ്സൈറ്റിസ് ആയിട്ട് വരാറുണ്ട്. അക്യൂട്ട് ബേഴ്സൈറ്റിസ് വരുമ്പോൾ നമുക്ക് ആ ആളിന്റെ കാലിൽ നോക്കുമ്പം ആ 2 കാലും കൂടെ ഒരുമിച്ച് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ആ പ്രോബ്ലം ഉള്ള കാലിന്റെ ആ ബേഴ്സയുള്ള റീജിയനിൽ ഒരു സ്വെല്ലിങ് കാണും. അത് കുറച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ബേഴ്സൈറ്റിസ് കേസായിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് അക്യൂട്ട് ഫേസിൽ നമ്മൾ ബേഴ്സൈറ്റിസിൽ ഐസ് വയ്ക്കാം. പക്ഷെ ക്രോണിക് ബേഴ്സൈറ്റിസിൽ വാംതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ എപ്പോഴും ബേഴ്സൈറ്റിസ് ഉള്ള ജോയിന്റ് മൊബിലൈസ് ചെയ്യണം, ഇമ്മൊബിലൈസ് ചെയ്യണം. അതിന് നമുക്ക് ജോയിന്റ് ഇമ്മൊബിലൈസ് ചെയ്യാനുള്ള ബ്രേസസ് ഒക്കെ അവൈലബിൾ ആണ്. ബെൽറ്റ്, ബ്രേസസ് അതൊക്കെ വെച്ച് മൊബിലൈസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ്, ഞാൻ തെറാപ്യൂട്ടിക്സ് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും അത്യാവശ്യം തെറാപ്യൂട്ടിക്സ് പറഞ്ഞു പോവാം. ഹോമിയോപ്പതി മെഡിസിൻസിൽ ബേഴ്സൈറ്റിസിൽ ധാരാളം മെഡിസിൻസ് ഉണ്ട്. മെയിനായിട്ട് ആർണിക്ക മുതൽ നമുക്ക് നാട്രം സൾഫ്, അതുപോലെ തന്നെ സ്റ്റിക്റ്റ്, അങ്ങനെ ഒത്തിരി മെഡിസിൻസ്. അപ്പോൾ ബേഴ്സൈറ്റിസിന്റെ മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ജോയിന്റ്, അഫക്റ്റഡ് ജോയിന്റ് ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിനൊരു ഹീലിംഗ് ടൈം, ആ ബേഴ്സൈറ്റിസ് കുറയാനായിട്ടുള്ള ഒരു റെസ്റ്റിംഗ് പീരീഡ് നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടതുണ്ട്. ഇനി കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് സ്ട്രെയിനും സ്ട്രെയിനുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രെയിൻ എന്ന് പറയുന്നത് മസിലും സ്പ്രെയിൻ എന്ന് പറയുന്നത് ലിഗമെന്റിനും ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ലിഗമെന്റ് ഓവർ സ്ട്രെച്ച്ഡ് ആവുക അല്ലെങ്കിൽ ഓവർ എക്സ്റ്റെൻഡഡ് ആവുക, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ലിഗമെന്റിൽ ഇഞ്ചുറി ഉണ്ടാവാം. അതുപോലെ തന്നെ ടെൻഡനിൽ ഇഞ്ചുറി ഉണ്ടാവാം, അതിന് ടിയർ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതിന് ഇത്തരം ഒരു കണ്ടീഷനിൽ അക്യൂട്ട് ഫേസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈസ് പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യേണ്ടത്. റൈസ് എന്ന് പറയുമ്പം റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലിവേഷൻ. ഏത് ജോയിന്റ് ആണോ അല്ലെങ്കിൽ ഏത് മസിലാണോ അഫക്റ്റഡ് ആയത് ആ മസിലിനെ ഇമ്മൊബിലൈസ് ചെയ്യുക. ഓക്കെ, അതിന് റെസ്റ്റ് കൊടുക്കുക, ആ ജോയിന്റ് യൂസ് ചെയ്യാതിരിക്കുക. ഐസ് പാക്ക് അവൈലബിൾ ആയിരിക്കും. പലപ്പോഴും നമ്മൾ സ്പോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇഞ്ചുറിയൊക്കെ പറ്റി എല്ലാവരും തറയിലൊക്കെ കിടക്കുമ്പോൾ കോച്ച് അല്ലെങ്കിൽ ഫിസിയോ ഓടി വന്ന് അവിടെ ഐസ് വയ്ക്കുന്നത് കണ്ടു കാണും. അപ്പോൾ ഐസ് പാക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഭാഗത്ത് ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ഹോൾഡ് ചെയ്യുക. പിന്നെ വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഇൻഫ്ലമേഷൻ, സ്വെല്ലിങ് സബ്സൈഡ് ചെയ്യുന്നത് വരെ ഐസ് പാക്ക് വയ്ക്കുക. ഇത് അക്യൂട്ടായിട്ടുള്ള സമയത്താണ് നമ്മൾ ഐസ് പാക്ക് വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാൻഡേജ് അപ്ലൈ ചെയ്യാം. സാധാരണ ഇതിൽ ക്രേപ്പ് ബാൻഡേജ് മതിയാവും. ക്രേപ്പ് ബാൻഡേജ് അതിൻ്റെ സൈസ് അനുസരിച്ച് വാങ്ങിച്ചിട്ട് ക്രേപ്പ് ബാൻഡേജ് ആ ഭാഗത്ത് ചുറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അഫക്റ്റഡ് പാർട്ട് കുറച്ച് ഉയർത്തി വയ്ക്കാൻ, എലിവേറ്റ് ചെയ്യുക. സോ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ. റൈസ് പ്രോട്ടോക്കോൾ എന്ന് പറയും. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഓർ ബാൻഡേജ് ആൻഡ് എലിവേറ്റിംഗ് ദ അഫക്റ്റഡ് പാർട്ട്. എല്ലാം വിത്ത് ദാറ്റ് നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസും അതിൻ്റെ കൂടെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ടെൻഡിനൈറ്റിസ് ആണ്. ഇത് പലപ്പോഴും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പാടാം. ടെൻഡിനൈറ്റിസ് മാത്രമായിട്ട് നമുക്ക് എക്സ്റേയിലൊന്നും കിട്ടത്തില്ല. എന്നാലും നമ്മൾ ആ അഫക്റ്റഡ് ടെൻഡന്റെ മൂവ്മെന്റ്, അഫക്റ്റഡ് മസിൽസിന്റെ മൂവ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് ആ ടെൻഡിനൈറ്റിസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതും റെപ്പറ്റേറ്റീവ് മൂവ്മെന്റ്സ് കൊണ്ട് തന്നെയാണ് പലപ്പോഴും. നമുക്ക് സൂപ്രാസ്പൈനാറ്റസ് ടെൻഡിനൈറ്റിസ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ഡിസീസ് കണ്ടീഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഡിസീസ് കണ്ടീഷനും വളരെ വാസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് 1-2 കണ്ടീഷൻസ് മാത്രം പറയാം. ബാക്കി കണ്ടീഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, കാരണം നമുക്ക് 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ടെന്നീസ് എൽബോ എന്ന് പറയും. ടെന്നീസ് എൽബോ നമുക്കറിയാം, സച്ചിൻ തെണ്ടുൽക്കറിന്റെ അസുഖമാണ്. ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഞാൻ ടെന്നീസ് എൽബോയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു പോർഷൻ ഉണ്ട്, അപ്പോൾ അതിനെപ്പറ്റി പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ്. റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ജോയിന്റിന്റെ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ്. അപ്പോൾ ഈ 2 സെഗ്മെന്റ് ഇന്നത്തെ ഒരു ടോക്കിൽ കവർ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. പിന്നെ ഇതിന്റെ എല്ലാ മാനേജ്മെന്റ് കോമൺ ആണ്. അത് നമുക്ക് ഓരോ കണ്ടീഷന്റെ കൂടെ അതിന്റെ മാനേജ്മെന്റ് പറഞ്ഞു പോവാം. ഡോക്ടറെ വേണമെങ്കിൽ ഒരു പാർട്ട് 2 വെക്കാം. പാർട്ട് 2 നമുക്ക് പാർട്ട് 2 അല്ല, പാർട്ട് 8 വരെ വേണ്ടി വരും തീർച്ചയായിട്ടും. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ ആംഗിൾ സ്പ്രെയിൻ ആണ്.
പലപ്പോഴും ഈ ബൂട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ജാവലിൻ ത്രോയൊക്കെ ചെയ്യുമ്പം ആ ലാസ്റ്റ് ലാപ്പിൽ ആ ത്രോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും അവരുടെ കാലിങ്ങനെ ബെൻഡ് ആവുന്നത്. അതുപോലെ തന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഒക്കെ ചെയ്യുമ്പം ആംഗിളിലായിരിക്കും സ്പ്രെയിൻ ഉണ്ടാകുന്നത്. ആംഗിൾ സ്പ്രെയിൻ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട്. ഒരു തവണ സ്പ്രെയിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് സ്പ്രെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് ഒത്തിരി മെഡിസിൻസ് ഉണ്ട് ആംഗിളിൽ തന്നെ ആക്ട് ചെയ്യുന്നത്. അതൊരു വലിയ തെറാപ്യൂട്ടിക്സ് ആണ്. ഏകദേശം ഒത്തിരി 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 മെഡിസിൻസ് ഉണ്ട് ആംഗിളിൽ തന്നെ സ്പെസിഫിക് ആക്ഷനുള്ള. അപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആംഗിൾ സ്പ്രെയിൻ, അതുപോലെ തന്നെ നീ ജോയിന്റ് ഇഞ്ചുറീസ്, മുട്ടിന് ഇഞ്ചുറി ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസിലും ഉണ്ടാവും. പിന്നെ അധികം നമുക്ക് പരിചിതമില്ലാത്ത 1-2 കണ്ടീഷൻസ്. ഒന്ന് നോക്കൗട്ട്. നോക്കൗട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ തലയ്ക്ക് പെട്ടെന്നൊരു ഇടി കിട്ടുക. ബോക്സിങ്ങിലാണ് സാധാരണ അങ്ങനെ കിട്ടാറുള്ളത്. പെട്ടെന്ന് തലയ്ക്ക് ഇടി കിട്ടുമ്പം കുറച്ച് നേരത്തേക്ക് ഒരു കോൺഷ്യസ്നെസ് പോകും, ഒരു സിങ്കോപ്പ് വരും. അതുപോലെ തന്നെ ഈ കഴുത്തിൽ ഇടി കിട്ടുമ്പം കരോട്ടിഡ് സൈനസ് റിഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ബ്രീഫ് പീരീഡ് ഓഫ് അൺകോൺഷ്യസ്നെസ് ഉണ്ടാവണം. നമുക്കറിയാം ഹെഡ് ഇഞ്ചുറിക്ക് നാട്രം സൾഫ് പോലത്തെ മെഡിസിൻസ് ഒക്കെ ധാരാളം ഇഫക്റ്റീവാണ് ലോങ് സ്റ്റാൻഡിങ് ഹെഡ് ഇഞ്ചുറിക്ക്. അപ്പോൾ നോക്കൗട്ട് ഒരു കോമൺ ആയിട്ട് ഒരു സ്പോർട്സ് ഏരിയയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ അടുത്തത് പഞ്ച് സിൻഡ്രോം. പഞ്ച് സിൻഡ്രോം എന്ന് പറയുന്നതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഹെഡിലൊക്കെ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് തലയ്ക്ക് ഇടി കിട്ടുമ്പം ഉണ്ടാകുന്നത്. കൂട്ടിയിടിക്കുമ്പം പോലും ആളുകൾ ഓടുമ്പോൾ തലയ്ക്ക് കൂട്ടിയിടിക്കുമ്പോൾ പോലും പഞ്ച് സിൻഡ്രോം ഉണ്ടാകാറുണ്ട്. ഇനി ഉള്ളത് വെയിറ്റ് ലിഫ്റ്റേഴ്സ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. വെയിറ്റ് ലിഫ്റ്റേഴ്സ്, ഈ വെയിറ്റ് ലിഫ്റ്റേഴ്സ് ബ്ലാക്ക് ഔട്ട് വെയിറ്റ് ലിഫ്റ്റേഴ്സിന് മാത്രമല്ല, ഈ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമ്പോഴും ഈ കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ജിമ്മുകൾ വളരെ കോമൺ ആണ്. അപ്പോൾ ശരിക്കും ഒരാൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുമ്പോൾ പ്രധാനമായിട്ടും അറിയേണ്ടത് ഒരു ട്രെയിൻഡായ ഒരു പേഴ്സൻ്റെ കീഴിലായിരിക്കണം ജിം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു പേഴ്സണൽ ട്രെയിനറെ അല്ലെങ്കിൽ ഒരു ട്രെയിനറിൻ്റെ സൂപ്പർവിഷനിലായിരിക്കണം ചെയ്യേണ്ടത്. കാരണം അവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഇതൊക്കെ പല കാലിബ്രേഷൻ ഉള്ളതും പല സ്റ്റേജുകളിൽ അത് യൂസ് ചെയ്യേണ്ടതും അതിനൊരു പ്രോപ്പർ ടെക്നിക്കും ഉണ്ട്. അപ്പോൾ ജിമ്മിൽ പോയി ആദ്യ കാലഘട്ടങ്ങളിൽ ജിമ്മിൽ പോയി തുടങ്ങുമ്പം എല്ലാവരും പറയാറുണ്ട് ജിമ്മിൽ പോയിട്ട് വരുമ്പം പെട്ടെന്ന് തല കറങ്ങുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം തല കറങ്ങുന്നു എന്ന് പറയുന്ന കണ്ടീഷൻസ് വരാം. അപ്പോൾ ജിമ്മ് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒത്തിരി ജിമ്മുകളുണ്ട്. ഈ ജിമ്മിലുള്ള ട്രെയിനേഴ്സ് പോലും ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട്. ഇപ്പോൾ ജിമ്മിന് പറയുകയാണെങ്കിൽ ഒത്തിരി 1-2 ഫാക്ടേഴ്സ് ജിമ്മിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. വളരെ വളരെ ആനുകാലിക പ്രസക്തമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ഒരു കാരണവശാലും ജിമ്മിൽ പോകുമ്പം സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യരുത്. കാരണം സ്റ്റീറോയിഡ്സ് ഈ കോമ്പറ്റീഷനൊക്കെ ജിമ്മുകളിൽ സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷന് മുമ്പ് ഇവരുടെ മസിലെല്ലാം നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി ഇവർ ടെസ്റ്റോസ്റ്റിറോണും അതുപോലെ തന്നെ സ്റ്റീറോയിഡുകളും ഈ കോമ്പറ്റീഷന് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ദേഹത്ത് ഒരു കളറും പെയിൻറ്റും ഒക്കെ അടിച്ചിട്ട് മസിൽസ് എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഈ സ്റ്റീറോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും അവർ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും. വെള്ളം കുടിക്കാൻ അവർ ശ്രദ്ധിക്കത്തില്ല, വെള്ളം കുടിക്കരുതെന്നാണ്. അപ്പോൾ പലപ്പോഴും എനിക്കൊരു കേസ് വന്നത് തന്നെ ഇതുപോലെ സ്റ്റീറോയിഡ് ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ത്രോട്ടിൽ വോക്കൽ കോഡിൽ നോഡ്യൂൾ വരികയാണ് ചെയ്തത്. സൗണ്ട് പോയി, വോക്കൽ കോഡിൽ നോഡ്യൂളും പെയിനും വന്നു. സർജറി അഡ്വൈസ് ചെയ്തിരുന്ന കേസാണ്. സർജറി ചെയ്താൽ അറിയാം സൗണ്ട് പോകും, എന്നേക്കുമായിട്ട്. നമ്മുടെ മെഡിസിനിൽ അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സർജൻ്റെ കണ്ടപ്പോൾ സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പണ്ടത്തെ കാലത്ത് ഫാഷൻ ഫ്രീക്ക് പോലെ ഇപ്പോൾ ഹെൽത്ത് ഫ്രീക്ക് എന്നൊരു കണ്ടീഷനുണ്ട്. ജിമ്മിൽ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്കറിയാം. ധാരാളം ഹോർമോൺസ് ജിമ്മിൽ പോകുമ്പോൾ റിലീസ്, ധാരാളം പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഡോപ്പമൈൻ നേഷൻ എന്നൊരു പുസ്തകം തന്നെയുണ്ട്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് എക്സസൈസിന് എന്തൊക്കെ ഹോർമോൺസ് ആണ് ശരീരത്തിൽ റിലീസ് ചെയ്യുന്നത്. ഡോപ്പമൈൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ, അങ്ങനെയൊക്കെയുള്ള ധാരാളം ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ ഇവർക്കൊരു റിവാർഡ്സ് പോലെ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ മാനസികമായൊരു ഉല്ലാസം കിട്ടുകയും അത് പിന്നെ ഓവറായിട്ടൊരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ഫ്രീക്ക്, ഫാഷൻ ഫ്രീക്ക് പോലെ തന്നെ ഫ്രീക്ക് ഒരു ഓവറായി കഴിയുമ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ഒരു 1 hour 2 hour വർക്കൗട്ടൊക്കെ ഓക്കെയാണ്. പക്ഷേ കോമൺ മാനെ സംബന്ധിച്ച് എസ്പെഷ്യലി ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഒരു 40 ഒക്കെ ഉള്ള ഒരാൾ
1 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നവർ 4-5 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. റീസെൻ്റ്ലി ഒരു ഡോക്ടർ പോലും ചെസ്റ്റ് പെയിൻ ഒക്കെ ആയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനം, അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം, വാമപ്പാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഇത് എപ്പം നിർത്തണം, എപ്പം അത് എല്ലാ ഇൻസ്ട്രുമെൻസും എത്ര ഇൻ്റർവെൽസിലാണ് എടുക്കേണ്ടത് എന്നൊക്കെ പറ്റി കൃത്യമായൊരു ട്രെയിനറിൻ്റെ സൂപ്പർവിഷനിൽ മാത്രമേ ജിമ്മിൽ പോകാവൂ. നമുക്കറിയാം കന്നഡ നടൻ പുനീത് രാജ്കുമാർ ജിമ്മിൽ വെച്ചാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്. അതുപോലെ ധാരാളം ഇൻസിഡൻസ് നമുക്ക് ന്യൂസിലൊക്കെ കാണാറുണ്ട്. പല ജിമ്മുകളും കൂടുപോലെ ജിമ്മുകളുണ്ട്, അവിടെ ഒത്തിരി മെഷീൻസ് ഉണ്ട്. ശരിക്കും ഇർഗണോമിക്കലി ഡിസൈൻഡ് മെഷീൻസും എക്യുപ്മെൻസും വേണം ഉപയോഗിക്കണമെന്നാണ്. നമ്മുടെ ശരീരത്തിന് വഴങ്ങുന്ന വിധത്തിലുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹെൽത്ത് ഫ്രീക്ക് ആവാതിരിക്കാൻ പ്രത്യേകം നോക്കുക. ഒരു കാര്യവും കൂടെ പറയാം, ഈ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, അതിനകത്ത് താഴോട്ട് ഞാൻ പറയുന്നത് വാക്കേഴ്സ് നീ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, അല്ല റണ്ണേഴ്സ് നീ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ പോകാറുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാർ നടക്കെന്ന് വെച്ചാൽ ഒരു 1.5 നടത്തോ, 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 6, 7, 8 കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് അങ്ങ് എക്സോസ്റ്റഡ് ആയിട്ട് വന്ന് നിൽക്കുന്നു. അത് 50 വയസ്സ് കഴിഞ്ഞ് വരും. അപ്പോൾ ആദ്യം അവർ വലിയ ക്രെഡിറ്റ് ആയിരുന്നു, ഞാൻ അന്ന് അവിടം വരെയാണ് പോയത്, ഇപ്പം ഞാൻ അപ്പുറം വരെ പോയി, ഇപ്പം ഞാൻ രാവിലെ ഫുള്ള് പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ആളിനെ കാണുമ്പോൾ തന്നെ അറിയാം അവർ അത്രയ്ക്ക് എക്സോസ്റ്റ് ആയി. ദേ ആർ ആക്ച്വലി ഡാമേജിങ് ദർ ഹാർട്ട്, കാർഡിയോമെഗാലി പോലുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ ധാരാളം പാറ്റല്ലാർ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നടക്കാൻ പോകുമ്പം അതിനൊരു മിതത്വം പാലിക്കുക, പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക, ഓക്കെ, അതെല്ലാം ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതൊരു കാലിക പ്രസക്തമായ കാര്യമാണ്. കാരണം ഒത്തിരി കേസസ് അതിനകത്തൊരു കാര്യം കൂടെ പറയാം. നമ്മളുടെ അടുത്ത് പലപ്പോഴും ബാക്ക് പെയിൻ ആയിട്ട് വരും, നടക്കാൻ പോകുന്ന ആൾക്കാർ ബാക്ക് പെയിൻ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ്റെ മെഡിസിൻ കൊടുക്കുമ്പോൾ അവർ പറയും, ഡോക്ടറിൻ്റെ മരുന്ന് കഴിച്ചപ്പോൾ ബാക്ക് പെയിൻ പോയി, ഇപ്പം നീ പെയിൻ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ബാക്ക് പെയിൻ? ആദ്യം എനിക്ക് മുട്ടുവേദനയായി, അന്ന് ഞാൻ കുറച്ച് മരുന്നൊക്കെ മേടിച്ച് കഴിച്ചു, സോക്സ് ഒക്കെ ഇട്ട് നടക്കാൻ പോയി. അപ്പോൾ എനിക്ക് മുട്ട് കുറേ നടന്നപ്പം കുറേ നടന്നു കഴിയുമ്പോൾ മുട്ട് ഓക്കെ ആയി. അപ്പോഴാണ് നടുവേദന തുടങ്ങി. നമ്മൾ നടുവേദന കുറയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആക്ച്വൽ പ്രോബ്ലം നമുക്കറിയാലോ, ഹോമിയോപ്പതി ക്യൂർ അങ്ങനെയാണല്ലോ. അപ്പോൾ മുട്ടുവേദന തിരിച്ചു വന്നു. അപ്പോൾ ഈ മുട്ട് നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ചിരട്ടയുടെ പൊസിഷൻ മാറിയിട്ടുണ്ട്, ഇന്നർ സൈഡ് ഓഫ് ദ പെറ്റലയിൽ ധാരാളം സ്പൈക്കിംഗ്, സ്പർ ഫോർമേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ക്യൂ ആംഗിൾ, ക്വാഡ്രിസെപ്സ് ആംഗിൾ മാറിയിട്ടുണ്ട്, ക്യൂ ആംഗിൾ ഡീവിയേറ്റ് ചെയ്ത് ലാറ്ററൽ സൈഡിലോട്ട് പെറ്റലിനെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ആ മീഡിയൽ സൈഡിൽ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മീഡിയൽ പാറ്റല്ലോ ഫിമറൽ ടെൻഡൻ എന്നൊരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ നമ്മൾ ജസ്റ്റ് കൈവച്ച് നോക്കുമ്പോൾ തന്നെ സിവിയർ പെയിൻ കാണും. അതൊന്നും അല്ലെങ്കിൽ തന്നെ ഈ 2 കാലും കൂടെ നമ്മൾ ഒരുമിച്ച് നോക്കുമ്പം ഒരു കാലിൻ്റെ മീഡിയൽ സൈഡിൽ മുട്ടിൻ്റെ വശത്തായിട്ട് വലിയൊരു സ്വെല്ലിംഗ് ആണ്. അത് VMO എന്നൊരു മസിലാണ്, വാസ്റ്റസ് മീഡിയാലിസിൻ്റെ ഒബ്ലീക്ക് ഫൈബറാണ്. അപ്പോൾ ആ ഒബ്ലീക്ക് ഫൈബർ നിൽക്കുന്ന ഭാഗത്ത് വലിയൊരു സ്വെല്ലിങ്, ഒരു പെയിൻഫുൾ സ്വെല്ലിങ് വരും. അപ്പോൾ ഇതെല്ലാം ഈ മുട്ടിൻ്റെ ഓവർ യൂസ് കൊണ്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അതാണ് അടുത്തൊരു കണ്ടീഷൻ, റണ്ണേഴ്സ് നീ. അതുപോലെ തന്നെ ജമ്പേഴ്സ് നീ, ഹൈറ്റിൽ നിന്ന് ചാടുമ്പോൾ അത് പറ്റല്ലാർ ടെൻഡനാണ്. പറ്റല്ലാർ ടെൻഡൻ അറിയാലോ, ക്വാഡ്രിസെപ്സ് ടെൻഡൻ എല്ലാം കൂടെ 4 ക്വാഡ്രിസെപ്സ് മസിൽസും കൂടെ പറ്റല്ലയിൽ വന്നിട്ട് അത് ടിബിയൽ ട്യൂബറോസിറ്റിയിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നൊരു റീജിയൻ. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഈ പേഷ്യൻറ്റിൻ്റെ നീ ജോയിൻറ്റിൻ്റെ ഒരു ലാറ്ററൽ വ്യൂ എടുത്ത് നോക്കുമ്പോൾ ഈ പറ്റല്ലാർ ടെൻഡൻ നമുക്കത് കാണാൻ പറ്റും. പറ്റല്ലാർ ടെൻഡൻ വളരെ ഷോർട്ടൻഡായി തിക്കൻഡായിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജാവലിൻ ത്രോവേഴ്സ് എൽബോ, ഇത് ഒരു കേസ് നമുക്ക് അവിടെ വന്നതാണ്. ജാവലിൻ ത്രോ ഉള്ള ഒരാളിൻ്റെ ഒരു കേസ് അവിടെ വന്നതാണ്. അവരുടെ ലാറ്ററലും മീഡിയലും മസിൽ അഫക്റ്റഡ് ആവാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കോമൺ കണ്ടീഷൻ സ്റ്റിച്ച് അറ്റ് സൈഡ്, ലോവർ റിബ് കേജിൽ ഈ റിബ് കേജിൻ്റെ വശത്ത് കുത്തൽ പോലെ വേദന. പലപ്പോഴും നമ്മൾ പല സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പോകുമ്പോഴത്തേക്ക് ആ ഇന്റർകോസ്റ്റൽ മസിൽസിലെല്ലാം ഉണ്ടാകുന്ന സ്ട്രെയിൻ തന്നെയാണ് അതിൻ്റെ കാരണം. അതുപോലെ തന്നെ സ്വിമ്മേഴ്സ് ഷോൾഡർ, ഈ ഷോൾഡർ ബോണുകൾ ബാക്ക് സ്ട്രോക്കും ഫ്രീ സ്റ്റൈലും ഒക്കെ ചെയ്യുമ്പോൾ ആ ഷോൾഡർ ബോൺസ് തമ്മിൽ റബ്ബ് ചെയ്ത് അവിടുത്തെ ടെൻഡൻസ് തമ്മിൽ റബ്ബ് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് സ്വിമ്മേഴ്സ് ഷോൾഡർ. ഞാൻ നേരത്തെ പറഞ്ഞ മാലറ്റ് ഫിംഗറിൻ്റെ ടിപ്പിൽ ബോൾ ഹിറ്റ് ചെയ്തുണ്ടാകുന്നത്. പിന്നെ ഒരു കണ്ടീഷൻ ചില ടർഫിലൊന്നും ചെരുപ്പിടാൻ സമ്മതിക്കത്തില്ല, ചില ടർഫിൽ ചെരുപ്പിടാം. ഈ ടർഫിൽ പോയി കളിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ടർഫിൽ സ്ഥിരമായിട്ട് പോയി ചെരുപ്പിടാതെയൊക്കെ കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫുട്വെയർ അല്ലാതെ ടർഫിൽ കളിക്കുന്ന ആൾക്കാരുടെ
ബിഗ് ടോയിൽ സ്പ്രെയിനും അതുപോലെ ഇൻഫ്ലമേഷനും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ്. ഇനി ഞാൻ ഒരു 2 ഡിസീസ് കണ്ടീഷൻസ് ഒന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്. മനോജ് ഡോക്ടറെ സമയമുണ്ടോ? കുഴപ്പമില്ലല്ലോ. നമുക്കൊരു 8 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ട് 2, 3 ഒക്കെ വെക്കാൻ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ടെന്നീസ് എൽബോയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഓരോ ഡിസീസ് കണ്ടീഷനിൽ ഏറ്റവും പ്രധാനം ടെന്നീസ് എൽബോ എന്നൊരു കണ്ടീഷനാണ്. ടെന്നീസ് എൽബോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് ആണ്. ഫോറാം മസിലിന്റെ ഓവർ യൂസ് ആണ്. ടെന്നീസ് കളിക്കണമെന്നില്ല ടെന്നീസ് എൽബോ വരാം. വീട്ടുജോലി ചെയ്താലും ടെന്നീസ് എൽബോ വരാം. മീൻ കച്ചവടം ചെയ്താലും ടെന്നീസ് എൽബോ വരാം. പേര് ടെന്നീസ് എൽബോ ആണെന്നേ ഉള്ളൂ. ടെന്നീസ് കളിക്കുന്നവരിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ റിപ്പീറ്റ് ആയിട്ടുള്ള ആം മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴാണ് പ്ലംബിങ്, പെയിന്റിങ്, കാർപ്പൻട്രി ഒക്കെ ചെയ്യുന്നവരിൽ കാണും. അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ്, ഇത് ഒരു ഏജ് ആകുമ്പം ഈവൻ ഒരു എക്സ്ട്രാ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിലും ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീജനറേഷൻ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ റീജിയനിൽ വരാറുണ്ട്. സിംറ്റംസ് എന്ന് പറയുന്നത് പെയിൻ ആൻഡ് ടെൻഡർനെസ് ഇൻ ദ ഔട്ടർ പാർട്ട് ഓഫ് എൽബോയുടെ വശത്ത്, നമ്മൾ എൽബോയുടെ സൈഡിൽ ഔട്ടർ സൈഡിൽ നമ്മൾ ഫിംഗർ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ല ടെൻഡർ ആയിരിക്കും. അത് ആ പേഷ്യൻ്റ് കൈ കൊണ്ടെന്തെങ്കിലും ഗ്രിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ പെയിൻ വളരെ കൂടുതലായിട്ട് തോന്നാം. പ്രധാനമായിട്ട് ഗ്രിപ്പാണ്. ഈ ഹോണ്ട ആക്റ്റീവ പോലത്തെ വണ്ടികൾ ഓട്ടിക്കുന്ന ആൾക്കാരിൽ പുറകിൽ ആളിനെയൊക്കെ വെച്ച് ഓട്ടിക്കുമ്പം ഈ ബാക്കിലിരിക്കുന്ന ആളിൻ്റെ വെയിറ്റും കൂടെ നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ ബാക്കിലിരിക്കുന്ന ആൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഹോണ്ട ആക്റ്റീവയ്ക്ക് അത് ഫ്രീ ആണ്. ഈ ടെന്നീസ് എൽബോ അത് സ്ഥിരമായി ആൾക്കാരെ കയറ്റി പോകുന്നവർക്ക് ടെന്നീസ് എൽബോ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ പെയിൻ അവിടെ ഒരു പോയിന്റ് നല്ല ഫുൾ കയ്യിൽ പെയിൻ വരാറുണ്ട്. പിന്നെ ഇത് നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല. കുറേ കഴിയുമ്പോൾ പേഷ്യൻറ്റിന് ദൈനംദിന കാര്യങ്ങൾ പോലും ബ്രഷ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ഒരു ഡോറിൻ്റെ നോബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ ടെന്നീസ് എൽബോ കൊണ്ടെത്തിക്കാറുണ്ട്. അതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു. ഔട്ടർ സൈഡിലുള്ള കംപ്രഷൻ കൊടുത്താൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. കൃത്യമായിട്ട് ഹിസ്റ്ററി എടുക്കുക. എക്സ്റേ, MRI വളരെ സിവിയർ കേസസിന് വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഈ റെസിസ്റ്റൻസിനെതിരെ റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം നമുക്ക് ആ പെയിൻ റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്യൂട്ട് ഫേസിൽ റൈസ് തന്നെയാണ്. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലിവേഷൻ. പിന്നെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ നമ്മൾ അവരോട് പറയാം നിങ്ങളുടെ കയ്യിൽ അധികം വെയിറ്റ് വരുന്ന വിധത്തിലുള്ള, അതായത് സ്ക്രൂ ഡ്രൈവർ തിരിക്കുക, അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പം നമ്മൾ അവർക്ക് ആ മൂവ്മെൻറ്റ് കാണിച്ചു കൊടുക്കുക. ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെയിൻ വരുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷൻ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, ആ ഭാഗത്ത് അൾട്രാസൗണ്ട് തെറാപ്പി കൊടുക്കാം. ക്രമേണ ഒരു 1 kg ഡംബല് വെച്ചിട്ട് നമുക്ക് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡിൽ 1 kg പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഡംബല് നമ്മൾ ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് അത് ആ ഡംബല് കയ്യിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് ഡംബല് മേളിൽ നിന്ന് ഹോൾഡ് ചെയ്തിട്ട് സൈഡ് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പം ഗ്രാജുവലി ഈ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അക്യൂട്ട് ഫേസിൽ റൈസ് കൊടുക്കുക, മെഡിസിൻസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ അക്യൂട്ട് ഫേസ് കുറയുന്നതനുസരിച്ച് ഫിസിയോതെറാപ്പി ചെയ്യുക. ഫിസിയോതെറാപ്പി ചെയ്തില്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് വീണ്ടും റീഅപ്പിയർ ചെയ്യും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ സ്ട്രെങ്തനിങ്ങും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആ പേഷ്യൻറ്റിനെ വേദന കുറഞ്ഞങ്ങ് വിടുകയല്ല, അത് വീണ്ടും റിക്കവർ ഇരിക്കാനായിട്ട് അത് സ്ട്രെങ്തൻ ചെയ്ത് വിടുക. അതുപോലെ തന്നെ ഈ ഇതിന് ടെന്നീസ് എൽബോയ്ക്ക് സ്ട്രാപ്പുകളെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ മെഡിസിൻസ് സ്റ്റിക്റ്റ് വളരെ എഫക്റ്റീവാണ്. കാൽക്കേരിയ ഗ്രൂപ്പിലുള്ള എല്ലാ റെമഡീസും, പ്രയോണിയ, റൂട്ട, ഇതെല്ലാം വളരെ എഫക്റ്റീവായ ഡ്രഗാണ്. ഇനി അടുത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷനാണ്. നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുക, ഗ്രാജുവലി റിട്ടേണിങ് ടു ദ ആക്ടിവിറ്റിയാണ്. അതുപോലെ നമ്മുടെ ടെക്നിക്സ്, ഇത് നമ്മൾ ചെയ്യുന്ന ടെക്നിക്സ് മോഡിഫൈ ചെയ്യുക. ഓക്കെ, ഇനി ടെന്നീസ് എൽബോയുടെ പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടെക്നിക്ക് സ്പോർട്സിലായാലും, ഇപ്പോൾ ബാക്ക് ഹാൻഡൊക്കെ ഷോട്ടൊക്കെ അടിക്കുന്നവർ, അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഷോട്ടാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കുമ്പം ഞാനൊക്കെ കേട്ടിട്ടുള്ളതാണ് സച്ചിൻ തെണ്ടുൽക്കർ 6 അടിക്കുന്നത് കുറഞ്ഞു, അപ്പോൾ അതിൻ്റെ കാരണം പുള്ളിക്ക് ടെന്നീസ് എൽബോ വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ അദ്ദേഹം പിന്നെ സർജറി ചെയ്യുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോറാം മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക, ഒരു റെഗുലർ ബ്രേക്ക് എടുക്കുക. ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യുന്നതിൽ കൃത്യമായ ബ്രേക്ക്. അതുപോലെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത ടൂൾസ്, പ്രോപ്പറായിട്ടുള്ള
വളരെ ചീപ്പായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കുക, കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത സ്റ്റോക്ക് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനം ഏത് തരം സ്പോർട്സ് ഇഞ്ചുറി ആയാലും വാമപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരിട്ട് പോയി ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കുക. അത് നടത്തത്തിൻ്റെ കാര്യത്തിലായാലും ജിമ്മിൽ പോണതിലായാലും ടർഫിൽ പോകുന്നതിലായാലും ഏത് ഗെയിമാണെങ്കിലും അവിടെ ചെല്ലുക, കുറച്ച് നേരം ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്യുക, എല്ലാ ജോയിൻറ്റ്സ് മൂവ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് നടക്കുക. അങ്ങനെ ഒരു വാമപ്പും ചെറുതായിട്ട് എല്ലാ ജോയിൻറ്റ്സ് ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം മാത്രം ആക്ടിവിറ്റിയിലേക്ക് പോകും. ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ ഇതൊരു വളരെ നല്ലൊരു ടൂളാണ്. ഓക്കെ, ഞാൻ ഇതുകൊണ്ട് നിർത്താം. അടുത്തത് റൊട്ടേറ്റർ കഫാണ്. അത് ഇപ്പം സമയം അധികരിച്ചു എന്ന് തോന്നുന്നു. മനോജ് ഡോക്ടർ. നമുക്ക് അങ്ങനെ നിർത്തിയിട്ട് എന്തെങ്കിലും ചർച്ചകൾ അതിലേക്ക് പോകാം. അടുത്ത ഭാഗത്തിന് തുടരാം. എന്തോ ഡയറക്ഷൻ സൗകര്യം പോലെ. പെട്ടെന്ന് റൊട്ടേറ്റർ കഫ് കൂടെ അങ്ങ് പറയട്ടെ. ഓക്കെ. ശരി. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഷോൾഡർ മസിൽസ് ആണ്. റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ 4 മസിലാണ്. സൂപ്രാസ്പൈനാറ്റസ്, ഇൻഫ്രാസ്പൈനാറ്റസ്, ടെറിസ് മൈനർ, സബ്സ്കാപ്പുലാരിസ്. ഈ 4 മസിൽസ് ആണ്. എപ്പോഴും ഇതിന് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ടിയർ ഉണ്ടാവാം. നമുക്ക് സൂപ്രാസ്പൈനാറ്റസ് ടെൻഡിനൈറ്റിസ് നമ്മൾ പണ്ട് അക്കാഡമിക്കലി നമ്മൾ UG ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഫ്രോസൺ ഷോൾഡർ എന്നും അല്ലെങ്കിൽ സൂപ്രാസ്പൈനാറ്റസ് ടെൻഡിനൈറ്റിസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് സാധാരണ ക്രിക്കറ്റ് ബൗൾ ചെയ്യുന്ന ആൾക്കാർ, മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നവരിലൊക്കെ ധാരാളമായിട്ട് കാണുന്നൊരു കണ്ടീഷനാണ്. ഇനി ഏറ്റവും പ്രധാനം ഈ നമ്മൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആണോ ഫ്രോസൺ ഷോൾഡർ ആണോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയുന്നത് റൊട്ടേറ്റർ കഫ് മസിൽസിന് പ്രധാനമായിട്ടും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ആ ടെൻഡൻസ് എല്ലാം ഇൻഫ്ലെയിംഡ് ആയിട്ട് അത് ഒട്ടിയിരിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥത്തിന് അഡ്ഹസീവ്, ആ ക്യാപ്സ്യൂളിൽ ആ ടെൻഡൻസ് ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതലും ഡയബറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഏജ് റിലേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യണം. അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് ആണോ? അതുപോലെ തന്നെ സ്ലാപ്പ് ടിയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്ലീനോയിഡ് ലേബ്രത്തിൻ്റെ മുകളിൽ സുപ്പീരിയർ ലേബ്രൽ ആൻഡ്രോ പോസ്റ്റീരിയർ ടിയർ എന്ന് പറയും. അതായത് കൈ പെട്ടെന്ന് മൂവ് ചെയ്യുക. സ്ലാപ്പ് ടിയർ ഉള്ളൊരു കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഈ വിഴിഞ്ഞത്ത് ഒരു ബോട്ടിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ കാണാൻ വന്നത്. പുള്ളി ഇങ്ങനെ ഈ ഒരു ബോട്ടിലേക്ക് ഡക്കിൽ നിന്ന് ബോട്ടിലേക്ക് ഇങ്ങനെ കയറിയ സമയത്ത് ഈ ബോട്ടിൻ്റെ ആ വെയിറ്റുള്ള ഇതാണല്ലോ, പുള്ളി ആ ബോട്ടിൽ പിടിച്ചപ്പോൾ പെട്ടെന്ന് ബോട്ടൊന്ന് വലഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോൾഡർ ജോയിൻറ്റ് പുള്ളിയുടെ സ്ട്രെച്ചായി. അപ്പോൾ പുള്ളിയാണ് നമുക്ക് സ്ലാപ്പ് ടിയർ ആയിട്ട് വന്നത്. അത് സർജറി ചെയ്ത കേസാണ്. സർജറി ചെയ്തതിന് ശേഷം വീണ്ടും പെയിൻ പെർസിസ്റ്റ് ചെയ്തു. അതേ ഇൻറ്റൻസിറ്റി തന്നെ പെർസിസ്റ്റ് ചെയ്തു. നമ്മുടെ മെഡിസിനിലാണ് നല്ല രീതിയിൽ അത് കൺട്രോൾഡ് ആയത്. പുള്ളി ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് സ്ലാപ്പ് ടിയർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് നമുക്ക് MRI എടുത്താണ്, അവർ വിത്ത് ഡയഗ്നോസിസ് ആണ് നമ്മളെ കാണാൻ വന്നത്. എല്ലാ ഡയഗ്നോസിസും ആയിട്ടാണ് കാണാൻ വന്നത്. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാകുന്നത് ത്രോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വിം ചെയ്യുമ്പോൾ, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഏജ് കൊണ്ടുണ്ടാവാം, ഹെവി ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാകും. അത് പിന്നെ പെയിൻറ്റർമാർ, ഈ തൂങ്ങി നിന്ന് വലിയ ബിൽഡിങ്ങിൻ്റെ മേളിലൊക്കെ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാർ, കാർപ്പൻട്രി ചെയ്യുന്ന ആൾക്കാർ, ഇവരിലെല്ലാം റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി കാണാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫിസിക്കൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡ്രോപ്പ് പാം ടെസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ കൈ റേസ് ചെയ്തിട്ട് കൈ ഡ്രോപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്യാച്ചിങ് പെയിൻ വരുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ empty ക്യാൻ, നമ്മൾ ഒരു ക്യാൻ ഇങ്ങനെ എംറ്റി ചെയ്യുന്നത് പോലെ കൈ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസിനെതിരെ കൈ ഉയർത്തുമ്പോൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് തോളിൽ വരുന്ന വേദന. ഇതൊക്കെ ഈ ടെസ്റ്റൊക്കെ വെച്ച് നമുക്ക് ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആണോ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എക്സ്റേ എടുത്ത റൊട്ടേറ്റർ കഫ് ഒന്നും പ്രോപ്പറായിട്ടൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ അവിടെ വല്ല ബോണി സ്പറോ ഇറോഷൻസോ ഡാമേജോ ഉണ്ടോ എന്ന് എക്സ്റേ വെച്ച് മറ്റ് കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് എക്സ്റേ എടുക്കാം. എക്സ്റേ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനാണ്. ഓഫ്കോഴ്സ് ഡയഗ്നോസ്റ്റിക് MRI തന്നെയാണ്. പിന്നെ അൾട്രാസൗണ്ട് വെച്ചും ടെൻഡൻസിൻ്റെ ഡിഫോർമിറ്റി ഒക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ടെൻഡൻ്റെ സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിയും അസസ് ചെയ്യുക. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഏറ്റവും പ്രധാനമായിട്ട് റെസ്റ്റാണ്, ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, ഐസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് ആണ് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. ഫിസിയോതെറാപ്പി സ്ട്രെങ്തൻ ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനും. എഗെയിൻ ഇത് മെഡിസിൻ കൊടുത്തു, വേദന കുറഞ്ഞു, പേഷ്യൻറ്റിനെ വിടുകയല്ല, ആ അഫക്റ്റഡ് ആയ ഏരിയ സ്ട്രെങ്തൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. റൂട്ട, കാൽക്കേരിയ ഗ്രൂപ്പ്, ആർണിക് എല്ലാം മെഡിസിൻസ് ആണ്.
പിന്നെ കംപ്ലീറ്റ് ഇയറിന് ഓഫ് കോഴ്സ് സർജറി തന്നെയാണ്. കംപ്ലീറ്റ് ഇയർ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ അത്തരം കേസസ് എടുക്കരുത്. പിന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും ആ പേഷ്യൻറ്റിൻ്റെ ഏജ്, അയാൾക്ക് ഫ്യൂച്ചറിൽ ചെയ്യാൻ അയാൾ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റീസ്, അതിൻ്റെ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്. ഓക്കെ, ഇത് വച്ചിട്ട് വേണം നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിനെ പോലും ചിലപ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞു വിടും, പോയി സർജറി ചെയ്യാൻ പറഞ്ഞു വിടും. കാരണം നമുക്ക് സർജിക്കൽ കണ്ടീഷൻസ് നമ്മൾ വെറുതെ എടുത്തു വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന കേസസ് അത് ആ ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് തന്നെയാണ്. ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളിന് കൺസർവേറ്റീവ് മാനേജ്മെന്റ് അല്ല, സർജിക്കൽ മാനേജ്മെന്റ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഓഫ് കോഴ്സ് റീഹാബിലിറ്റേഷൻ, അതിനകത്ത് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ വരും, റൊട്ടേറ്റർ കഫ് സ്ട്രെങ്തനിങ് വരും, പിന്നെ റെസിസ്റ്റൻസ് ബാൻഡ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും തെറാ ബാൻഡ്, റെസിസ്റ്റൻസ് ബാൻഡൊക്കെ എല്ലാ വീടുകളിലും ഫിസിയോതെറാപ്പി, ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ പേഷ്യൻസ് വന്ന് ഇങ്ങോട്ട് തന്നെ പറയാറുണ്ട്, ഞാൻ റെസിസ്റ്റൻസ് ബാൻഡ് ഇട്ട് ചെയ്തു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടെക്നിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചറി ഉണ്ടായവർ ഗ്രാജുവലായിട്ട് മാത്രം ഈ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, ഇത്രയും തന്നെയാണ്. ഓക്കെ, എന്തായാലും വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ പത്മിനി മാഡത്തിന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഐരാണോട്ടുള്ള ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഈ സ്പോർട്സ് മെഡിസിൻ്റെ ഒരു പ്രത്യേക യൂണിറ്റ് തന്നെയുണ്ട്. പ്രഗത്ഭനായ ഡോക്ടർ രാജേഷ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. മാഡത്തിന് ഏതെങ്കിലും കേസുകൾ റെഫർ ചെയ്യാൻ ദയവായിട്ട് ചെയ്യുക. അത് മാത്രമല്ല, ഹോമിയോപ്പതി സ്പോർട്സ് മെഡിസിനിലേക്ക് പുതിയ കോഴ്സ് തുടങ്ങാനും നാഷണൽ കൗൺസിലിലേക്ക് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കാനും മാഡത്തിന് സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സലീംകുമാർ ഡോക്ടറെ എന്താ പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്യും ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യും. സാറേ, ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇന്നിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർ ഈ ക്രിയാറ്റിൻ പാക്കറ്റ് കണക്കിന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഈ ക്രിയാറ്റിൻ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമെന്നൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത്, അത് നല്ലതാണോ ദോഷമാണോ? ക്രിയാറ്റിൻ കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ അത് പ്രോപ്പറായിട്ട് ക്രിയാറ്റിൻ ആവശ്യമുള്ള ആൾക്കാർ, ആ ക്രിയാറ്റിൻ ബേൺ ചെയ്യാനുള്ള എക്സസൈസ് ഉള്ള ആൾക്കാർക്ക് ക്രിയാറ്റിൻ കഴിക്കാം. ക്രിയാറ്റിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്രിയാറ്റിൻ കഴിക്കുന്നതിൽ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആ സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉള്ളവർക്ക് കഴിക്കാം. ഓക്കെ, നന്ദി സലീംകുമാർ ഡോക്ടറെ. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. മറിയാമ്മ ഡോക്ടറെ നന്ദി പറയാൻ ഡോക്ടർ മറിയാമ്മയുടെ ജോണ ക്ഷണിക്കുകയാണ്. നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPH സംഘടിപ്പിച്ച ദേശീയ കായിക ദിന പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റും അർജുന അവാർഡ് ജേതാവും കൂടിയായ ശ്രീമതി പത്മിനി തോമസ് മാഡത്തിന് IFPHന്റെയും ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ദേശീയ കായിക ദിന പ്രത്യേക പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച തിരുവനന്തപുരം കരിങ്കുളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീര റാണി ആർവിക്കും IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്പോർട്സ് മെഡിസിൻ ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തിൽ വളരെ നല്ല ഒരു പ്രഭാഷണം നടത്തിയ തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജ് മെഡിക്കൽ ഓഫീസർ ഇൻ ഡെപ്യൂട്ടേഷൻ ഡോക്ടർ രാജേഷിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഷൈല ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPH നടത്തുന്ന എല്ലാ പ്രത്യേക പരിപാടിയുടെ ആസൂത്രകനും ഇന്നത്തെ മോഡറേറ്ററും കൂടിയായ മനോജ് ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPH ഇടതടവില്ലാതെ തുടർന്നു വരുന്ന സൂം വെബിനാറിന്റെ 1824 ദിവസമായ ഇന്ന് വിജയകരമായി നടത്തപ്പെടുന്നതിന് ഇതിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ IFPHന്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നതിന്റെ കായിക താരങ്ങൾ ഡോപ്പ് ടെസ്റ്റിൽ പിടിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ കഴിയും എന്നുള്ള കാര്യം ഒരു ഗോൾഡൻ പോയിന്റ് തന്നെയാണ്. അപ്പോൾ കായിക രംഗത്ത് ഇനിയും നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി രാജ്യത്തിനും ലോകത്തിനും ഉണ്ടാകും ഹോമിയോപ്പതിയിലൂടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.